ബേസിക് സർവേയിങ്ങിൽ കുറച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമുക്ക് നോക്കാം. ദ ബിഗ്ഗസ്റ്റ് സർവേ ലൈൻ ഇസ് കോൾഡ്. ഓക്കെ, ബിഗ്ഗസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ബേസ് ലൈൻ ആണ്. ഇറ്റ് ഇസ് ദ ലോങ്സ്റ്റ് എന്നുള്ളതാണ് കറക്റ്റ്. ലോങ്സ്റ്റ് സർവേ ലൈൻ ഇസ് കോൾഡ് ആസ് ദ ബേസ് ലൈൻ. ഓക്കെ, ഡിഫൈൻ ജിയോഡിറ്റിക് സർവേ. ഓക്കെ, ജിയോഡിറ്റിക് സർവേ എന്ന് പറയുന്നത് കർവേച്ചർ ഓഫ് ദ എർത്ത് ഇസ് taken into consideration or it is considered. All survey lines will be arcs of great circles and all triangles are spherical triangles. We apply spherical trigonometry. Plumb lines will not be parallel. So ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ പോയിന്റ് എഴുതാം. The angle which lines of force of Earth's magnetic field makes with the surface of the Earth. This is called as dip. Dip എന്ന് പറയുന്നത് it is the inclination of magnetic lines of force with respect to the horizontal. അല്ലെങ്കിൽ Earth's magnetic lines of force സർഫസ് ഓഫ് ദ എർത്തുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ഡിപ്പ് എന്ന് പറയുക. സാധാരണ എക്വേറ്ററിൽ അവിടെ എത്തുമ്പോൾ ഡിപ്പ് 0 ആയിരിക്കും. പോൾസിലോട്ട് എത്തുമ്പോൾ ഡിപ്പ് ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ 90 ഡിഗ്രി ആയിരിക്കും. Fourth question, define the term bearing of a line. Okay, what is bearing? It is the horizontal angle which the survey line makes with the meridian. Fifth question, while observing bearings using a compass, the difference between back bearing and fore bearing, the difference was not equal to 90 degree. Okay, list any one reason. So, sadharna, if ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർ ബെയറിംഗ് ആൻഡ് ബാക്ക് ബെയറിംഗ് ഷുഡ് ബി ഈക്വൽ ടു 180 ഡിഗ്രി എന്നാണ്. അപ്പോൾ 180 ഡിഗ്രി അല്ല എങ്കിൽ ലോക്കൽ അട്രാക്ഷൻ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ലോക്കൽ അട്രാക്ഷൻ എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാവുന്നത്? ഐദർ കറന്റ് ക്യാരിങ് കണ്ടക്ടർ അതുവഴി പോവാണ്, ഇലക്ട്രിക് ലൈൻസ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ആയിട്ടുള്ള ഓർസ്, അയൺ ഓറിന്റെ ഒക്കെ ഡെപ്പോസിറ്റ്സ്. അപ്പൊ ഇതൊക്കെയാണ്. അപ്പോൾ ബെയറിംഗ് നമ്മളൊരു കോമ്പസ് വെച്ച് എടുക്കുമ്പോൾ back bearing and fore bearing difference, if it is exactly equal to 180 degree, then there is no local attraction. ഇല്ല, കറക്റ്റ് 180 അല്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ലോക്കൽ അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ്, സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ റീഡിംഗ് ടേക്കൺ ടു എ പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ. നമുക്ക് അറിയാവുന്നുള്ള എലിവേഷൻ അറിയാവുന്നുള്ള പോയിന്റിലോട്ട് എടുക്കുന്ന റീഡിംഗ്. ആൻസർ ഇസ് ബാക്ക് സൈഡ്. ഓക്കെ, അല്ലെങ്കിൽ ഇത് വേറൊരു രീതിയിൽ ചോദിക്കാം, ഫസ്റ്റ് റീഡിംഗ് ടേക്കൺ ടു എ പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ എന്ന് ചോദിച്ചാലും ബാക്ക് സൈഡ്. ഫസ്റ്റ് റീഡിംഗ് ടേക്കൺ ഫ്രം ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം എടുക്കുന്ന റീഡിംഗ് ബാക്ക് സൈഡ്. അല്ലെങ്കിൽ എലിവേഷൻ അറിയാവുന്നുള്ള പോയിന്റ് വിളിക്കുന്ന പേരാണ് ബെഞ്ച് മാർക്ക്. ഓക്കെ, അപ്പൊ ബെഞ്ച് മാർക്കിലോട്ട് എടുക്കുന്ന റീഡിംഗ് അതിനെ വിളിക്കുന്ന പേരും ഇത് തന്നെയാണ്, ബാക്ക് സൈഡ്. സോ റീഡിംഗ് ടേക്കൺ ടു ബെഞ്ച് മാർക്ക്, ദാറ്റ് ഇസ് ബാക്ക് സൈഡ്. ഓക്കെ, റീഡിംഗ് ടേക്കൺ ടു unknown point, അല്ലെങ്കിൽ reading taken to a point whose elevation is not known and it is the last reading taken from that setup, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? FS, foresight. ഇനി reading taken other than back sight and foresight, it is called as intermediate sight. അപ്പൊ ഇതിൽ നിന്ന് അതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. ഇനി ലിസ്റ്റ് എനി 2 ടൈപ്സ് ഓഫ് ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്സ്. നമ്മൾ ഒരുപാട് തരം ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് പഠിച്ചു. ഡംപി ലെവൽ പഠിച്ചു, വൈ ലെവൽ, ടിൽറ്റിംഗ് ലെവൽ, ഓട്ടോമാറ്റിക് ലെവൽ, ഡിജിറ്റൽ ലെവൽ, റിവേഴ്സിബിൾ ലെവൽ. ഇങ്ങനെ കുറെ പഠിച്ചു. അതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതുക. ഒരെണ്ണം എഴുതിയ ഹാഫ് മാർക്ക് കിട്ടും, 2 എണ്ണം എഴുതുക. ഡിഫൈൻ ഫ്ലൈ ലെവലിംഗ്. ഫ്ലൈ ലെവലിംഗ് നമുക്കറിയാം, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ലെവലിംഗ്. വി യൂസ് ഇറ്റ് ഇൻ റെക്കഗ്നൈസ്ഡ് സർവേ, അല്ലെ? ഒരു നോൺ പോയിന്റ്, പെർമനന്റ് ആയിട്ടുള്ള നോൺ പോയിന്റ് കാണും, അതിന്റെ റെഡ്യൂസ് ലെവൽ നമുക്ക് അറിയാമായിരിക്കും. അത് വെച്ച് അൺനോൺ ആയിട്ടുള്ള പോയിന്റ്സിന്റെ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കാൻ ചെയ്യുന്നതാണ് ഫ്ലൈ ലെവലിംഗ്. അവിടെ ഇന്റർമീഡിയറ്റ് സൈറ്റ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, എടുക്കാറില്ല. ബാക്ക് സൈഡ് ഫോർ സൈഡ് ആ രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിഫിനിഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് ഡൺ ടു കണക്ട് ദി ബെഞ്ച് മാർക്ക്, ഓക്കെ, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്, ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദി പർട്ടിക്കുലർ വർക്ക്, അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്ട് സൈറ്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് സർവേ ഓർ ലെവലിംഗ് വർക്ക് ഇൻസൈഡ് അവർ പ്രോജക്ട് ബൗണ്ടറി, ആ രീതിയിലൊക്കെ എഴുതാം.
List any one permanent adjustment. Permanent adjustment എന്ന് പറയുന്നത് we know that line of collimation should be parallel to axis of bubble tube. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്ത് പറയാം, the vertical axis should be perpendicular to the line of collimation or line of collimation. Axis of bubble tube എന്തായിരിക്കണം, പാരലൽ ആയിരിക്കണം. സോ ഏതെങ്കിലും ഒരു പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് എഴുതാം. ഓക്കെ, ബേസിക് സർവേയിങ്ങിൽ കുറച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമുക്ക് നോക്കാം. ദ ബിഗ്ഗസ്റ്റ് സർവേ ലൈൻ ഇസ് കോൾഡ്. ഓക്കെ, ബിഗ്ഗസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ബേസ് ലൈൻ ആണ്. ഇറ്റ് ഇസ് ദ ലോങ്സ്റ്റ് എന്നുള്ളതാണ് കറക്റ്റ്. ലോങ്സ്റ്റ് സർവേ ലൈൻ ഇസ് കോൾഡ് ആസ് ദ ബേസ് ലൈൻ. ഓക്കെ, ഡിഫൈൻ ജിയോഡറ്റിക് സർവേ. ഓക്കെ, ജിയോഡറ്റിക് സർവേ എന്ന് പറയുന്നത് കർവേച്ചർ ഓഫ് ദ എർത്ത് ഇസ് taken into consideration or it is considered. All survey lines will be arcs of great circles and all triangles are spherical triangles. We apply spherical trigonometry. Plumb lines will not be parallel. So ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ പോയിന്റ് എഴുതാം. The angle which lines of force of Earth's magnetic field makes with the surface of the Earth. This is called as dip. Dip എന്ന് പറയുന്നത് it is the inclination of magnetic lines of force with respect to the horizontal. അല്ലെങ്കിൽ Earth's magnetic lines of force സർഫസ് ഓഫ് ദ എർത്തുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ഡിപ്പ് എന്ന് പറയുക. സാധാരണ എക്വേറ്ററിൽ അവിടെ എത്തുമ്പോൾ ഡിപ്പ് 0 ആയിരിക്കും. പോൾസിലോട്ട് എത്തുമ്പോൾ ഡിപ്പ് ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ 90 ഡിഗ്രി ആയിരിക്കും. Fourth question, define the term bearing of a line. Okay, what is bearing? It is the horizontal angle which the survey line makes with the meridian. Fifth question, while observing bearings using a compass, the difference between back bearing and fore bearing, the difference was not equal to 90 degree. Okay, list any one reason. So, sadharna, if ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർ ബെയറിംഗ് ആൻഡ് ബാക്ക് ബെയറിംഗ് ഷുഡ് ബി ഈക്വൽ ടു 180 ഡിഗ്രി എന്നാണ്. അപ്പോൾ 180 ഡിഗ്രി അല്ല എങ്കിൽ ലോക്കൽ അട്രാക്ഷൻ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ലോക്കൽ അട്രാക്ഷൻ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്? ഐദർ കറന്റ് ക്യാരിങ് കണ്ടക്ടർ അതുവഴി പോവാണ്, ഇലക്ട്രിക് ലൈൻസ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ആയിട്ടുള്ള ഓർസ്, അയൺ ഓറിന്റെ ഒക്കെ ഡെപ്പോസിറ്റ്സ്. അപ്പൊ ഇതൊക്കെയാണ്. അപ്പോൾ ബെയറിംഗ് നമ്മളൊരു കോമ്പസ് വെച്ച് എടുക്കുമ്പോൾ back bearing and fore bearing difference, if it is exactly equal to 180 degree, then there is no local attraction. ഇല്ല, കറക്റ്റ് 180 അല്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ലോക്കൽ അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ്, സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ റീഡിംഗ് ടേക്കൺ ടു എ പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ. നമുക്ക് അറിയാവുന്നുള്ള എലിവേഷൻ അറിയാവുന്നുള്ള പോയിന്റിലോട്ട് എടുക്കുന്ന റീഡിംഗ്. ആൻസർ ഇസ് ബാക്ക് സൈഡ്. ഓക്കെ, അല്ലെങ്കിൽ ഇത് വേറൊരു രീതിയിൽ ചോദിക്കാം, ഫസ്റ്റ് റീഡിംഗ് ടേക്കൺ ടു എ പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ എന്ന് ചോദിച്ചാലും ബാക്ക് സൈഡ്. ഫസ്റ്റ് റീഡിംഗ് ടേക്കൺ ഫ്രം ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ്. ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം എടുക്കുന്ന റീഡിംഗ് ബാക്ക് സൈഡ്. അല്ലെങ്കിൽ എലിവേഷൻ അറിയാന്നുള്ള പോയിന്റ് വിളിക്കുന്ന പേരാണ് ബെഞ്ച് മാർക്ക്. ഓക്കെ, അപ്പൊ ബെഞ്ച് മാർക്കിലോട്ട് എടുക്കുന്ന റീഡിംഗ് അതിനെ വിളിക്കുന്ന പേരും എന്ത് തന്നെയാണ്? ബാക്ക് സൈഡ്. സോ റീഡിംഗ് ടേക്കൺ ടു ബെഞ്ച് മാർക്ക്, ദാറ്റ് ഇസ് ബാക്ക് സൈഡ്. ഓക്കെ, റീഡിംഗ് ടേക്കൺ ടു unknown point, അല്ലെങ്കിൽ റീഡിംഗ് ടേക്കൺ ടു എ പോയിന്റ് ഹൂസ് എലിവേഷൻ ഇസ് നോട്ട് നോൺ ആൻഡ് ഇറ്റ് ഇസ് ദ ലാസ്റ്റ് റീഡിംഗ് ടേക്കൺ ഫ്രം ദാറ്റ് സെറ്റപ്പ്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? FS, foresight. ഇനി റീഡിംഗ് ടേക്കൺ അതർ ദാൻ ബാക്ക് സൈറ്റ് ആൻഡ് ഫോർസൈറ്റ്, ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇന്റർമീഡിയറ്റ് സൈറ്റ്. അപ്പൊ ഇതിൽ നിന്ന് അതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. ഇനി ലിസ്റ്റ് എനി 2 ടൈപ്സ് ഓഫ് ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്സ്. നമ്മൾ ഒരുപാട് തരം ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് പഠിച്ചു. ഡംപി ലെവൽ പഠിച്ചു, വൈ ലെവൽ, ടിൽറ്റിംഗ് ലെവൽ, ഓട്ടോമാറ്റിക് ലെവൽ, ഡിജിറ്റൽ ലെവൽ, റിവേഴ്സിബിൾ ലെവൽ. ഇങ്ങനെ കുറെ പഠിച്ചു. അതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതുക. ഒരെണ്ണം എഴുതിയ ഹാഫ് മാർക്ക് കിട്ടും, 2 എണ്ണം എഴുതുക. ഡിഫൈൻ ഫ്ലൈ ലെവലിംഗ്. ഫ്ലൈ ലെവലിംഗ് നമുക്കറിയാം, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ലെവലിംഗ്. വി യൂസ് ഇറ്റ് ഇൻ റെക്കഗ്നൈസ്ഡ് സർവേ അല്ലെ. ഒരു നോൺ പോയിന്റ്, പെർമനന്റ് ആയിട്ടുള്ള നോൺ പോയിന്റ് കാണും, അതിന്റെ റെഡ്യൂസ് ലെവൽ നമുക്ക് അറിയാമായിരിക്കും. അത് വെച്ച് അൺനോൺ ആയിട്ടുള്ള പോയിന്റ്സിന്റെ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കാൻ ചെയ്യുന്നതാണ് ഫ്ലൈ ലെവലിംഗ്. അവിടെ ഇന്റർമീഡിയറ്റ് സൈറ്റ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുവാണ് ചെയ്യുന്നത്, എടുക്കാറില്ല. ബാക്ക് സൈഡ് ഫോർ സൈഡ് ആ രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിഫിനിഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് ഡൺ ടു കണക്ട് ദി ബെഞ്ച് മാർക്ക്, ഓക്കെ, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്, to the starting point of
ദി പർട്ടിക്കുലർ വർക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്ട് സൈറ്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് സർവേ ലെവലിംഗ് വർക്ക് ഇൻസൈഡ് അവർ പ്രോജക്ട് ബൗണ്ടറി ആ രീതിയിലൊക്കെ എഴുതാം. ലിസ്റ്റ് എനി വൺ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വി നോ ദാറ്റ് ലൈൻ ഓഫ് കോളിമേഷൻ ഷുഡ് ബി പാരലൽ ടു ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ്, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്ത് പറയാം, ദി വെർട്ടിക്കൽ ആക്സിസ് ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദി ലൈൻ ഓഫ് കോളിമേഷൻ, ഓർ ലൈൻ ഓഫ് കോളിമേഷൻ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബിന് എന്തായിരിക്കണം, പാരലൽ ആയിരിക്കണം. സോ ഏതെങ്കിലും ഒരു പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് എഴുതാം. ഓക്കെ.